ലൈംഗികാരോപണം നേരിടുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി ഇന്നുണ്ടായേക്കും. ആരോപണ വിധേയനെ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് തിരിച്ചറിയുന്ന സർക്കാർ രാജി ആവശ്യപ്പെടാനാണ് സാധ്യത. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കി തുടരുന്നത് ഗുണകരമല്ലെന്ന് രഞ്ജിത്തിനെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാകും രാജി ആവശ്യപ്പെടുക. ആർ ശ്രീജിത്തുണ്ട്, പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ്. വിവരങ്ങളുമായി ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ വളരെയധികം പ്രതിഷേധങ്ങൾ വിവിധ ഭാഗത്തു നിന്ന്, വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന്, പല മേഖലകളിൽ നിന്ന് രഞ്ജിത്തിനെതിരെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉടൻ നടപടി ഉണ്ടാകണമെന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് രഞ്ജിത്തിന്റെ രാജി ആവശ്യവും നീളുകയാണ്. ഗുഡ് മോർണിംഗ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക ആരോപണം സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന പ്രശ്നമായി വളരാതിരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് രഞ്ജിത്തിനെ കൊണ്ട് രാജിവെപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നത്. രഞ്ജിത്ത് ഇന്ന് രാജിവെച്ചേക്കുമെന്ന സൂചനകളാണ് ഇന്നലെ രാത്രി വരെ ലഭിച്ചത്. അദ്ദേഹത്തിന് കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് CPIM നേതൃത്വവും സർക്കാരും പോയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രാവിലെ EMS അക്കാദമിയിൽ പാർട്ടിയുടെ പഠന ക്യാമ്പിൽ വെച്ച് കാണുന്നുണ്ട്. ഒരുപക്ഷേ ആ കൂടിക്കാഴ്ച രഞ്ജിത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായി മാറാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഇന്നലെ രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം മുഖ്യമന്ത്രിക്കും CPIM സംസ്ഥാന സെക്രട്ടറിക്കും ഇടയിൽ നടന്നോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും രഞ്ജിത്തിനെയും ഇരുത്തിക്കൊണ്ട് ചലച്ചിത്ര അക്കാദമി ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് എല്ലാവരും എത്തി. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിൻ്റെ രാജി അനിവാര്യമായിരിക്കുന്നു എന്ന തിരിച്ചറിയൽ ഭരണ നേതൃത്വത്തിനുണ്ട്. ഈ ഘട്ടത്തിൽ രഞ്ജിത്തിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ രഞ്ജിത്തിനെ ന്യായീകരിക്കാനോ പോയാൽ അത് സർക്കാരിനെ ആകെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. പുരോഗമന വീക്ഷണവും സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുകയും അതൊരു നയമായി എടുത്തിരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന് ഒട്ടും ഭൂഷണമല്ല രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിൻ്റെ രാജി ആസന്നമാകുന്ന സ്ഥിതിയാണുള്ളത്. രഞ്ജിത്തിൻ്റെ രാജി ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.